ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസ് വീട്ടിലെ ഒരു കൊടും വിഷത്തെക്കുറിച്ചാണ്. അതായത് കഴിഞ്ഞ ദിവസം ജയിലിൽ ഉണ്ടായ സംഭവത്തെ ഇത്രമാത്രം വളച്ചൊടിച്ച, ഇത്രമാത്രം നീചമായ മനസ്സുള്ള ഒരു കൊടും വിഷം ഉള്ള ഒരു മത്സരാർത്ഥിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള വിഷയത്തെ വളച്ചൊടുക്കുകയാണ് ശ്രീരേഖ ചെയ്തിരിക്കുന്നത്. ശ്രീരേഖ നമ്മുടെ ശരണ്യയോടും ഋഷിയോടും പറയുകയാണ്, ജിൻഡോ ജാസ്മിൻ്റെ അടുത്ത് പോയി കിടന്നു, അതായത് ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയി കിടന്നു എന്ന രീതിയിലേക്ക് ശ്രീരേഖ അത് വളച്ചൊടിക്കാൻ നോക്കി. ലൈവ് കണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം, ജിൻഡോ ഫസ്റ്റ് മുതലേ താഴത്താണ് കിടന്നത്. അതുപോലെ തന്നെ ജാസ്മിൻ മുകളിലാണ് കിടന്നത്. അതുപോലെ തന്നെ ജിൻഡോ അങ്ങോട്ട് കയറി ജാസ്മിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന രീതിയിലൊക്കെ ശ്രീരേഖ വളച്ചൊടിച്ചു. അതിന് സപ്പോർട്ടായിട്ട് ഋഷിയും ശരണ്യയും നിന്നു. കഴിഞ്ഞ ആഴ്ച വരെ ജിൻഡപ്പൻ എന്ന് വിളിച്ചു നടന്ന ഋഷിയും ശരണ്യയുമാണ് ഇപ്പം ഈ ചെറ്റത്തരത്തിന് കൂട്ടുന്നത്. ഇതിന് ചെറ്റത്തരം എന്ന് തന്നെയേ പറയാൻ കഴിയുള്ളൂ. കാര്യങ്ങൾ വളച്ചൊടിക്കരുത്, ഗെയിം കളിക്കാം, പക്ഷെ തെണ്ടിത്തരം കാണിക്കരുത്. ഒരുമാതിരി ചെറ്റ സ്വഭാവമാണ് ഇപ്പോൾ അവിടെ ശ്രീരേഖ കാണിച്ചിരിക്കുന്നത്. ഇതിനെ കൊടും വിഷം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നിൽ നിന്നല്ല, മുന്നിൽ നിന്ന് കളിച്ച് വിജയിക്കണം. ഇതിന് സപ്പോർട്ടായി ഋഷിയും നിൽക്കുന്നുണ്ട്. ഋഷി എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് തന്നെ അറിയില്ല. ഓരോരുത്തരെ താങ്ങി എത്ര കാലം നിൽക്കുമെന്നും അറിയില്ല. പക്ഷേ നിലവിൽ ആ വീട്ടിലെ ഏറ്റവും വലിയ വിഷം അല്ലെങ്കിൽ നീചമായ സ്വഭാവമുള്ള ഒരാൾ ആരാന്ന് ചോദിച്ചാൽ അത് ശ്രീരേഖ തന്നെയാണ്. കാര്യങ്ങൾ വളച്ചൊടിക്കാൻ വളരെയധികം കഴിയുന്നൊരു മത്സരാർത്ഥി.